അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൂർ. ഞാനിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണയിലുള്ള EMS ഹോസ്പിറ്റലിലാണ്. നമ്മളെ ലൈഫിൽ അങ്ങനെയാണല്ലോ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുമല്ലോ. അപ്പോൾ ഇന്നലെ എൻ്റെ ഉമ്മാനെ ഇവിടെ പെരിന്തൽമണ്ണയിലുള്ള, മലപ്പുറം ജില്ലയിലുള്ള പെരിന്തൽമണ്ണയിലുള്ള EMS ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തണ്ടലിന് ഭയങ്കര വേദന, തണ്ടലിൻ്റെ എല്ലിനൊരു ചെറിയ പൊട്ടലുണ്ട്. ചെറുതല്ല, കാര്യമായൊരു പൊട്ടൽ തന്നെയാണ്. അപ്പോൾ പല ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോയപ്പോഴും ഓപ്പറേഷൻ അല്ലാതെ, നട്ടെല്ലിന് ഒരു ഓപ്പറേഷൻ നടത്തലല്ലാതെ ഞെട്ടിടുന്നതാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആദ്യം EMSൽ കൊണ്ടുവന്നു. EMSൽ കൊണ്ടുവന്നപ്പോൾ ഇവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞത് ഒന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും, അല്ലാത്ത മാർഗങ്ങളൊന്നുമില്ല. വീണ്ടും ഞങ്ങൾ മറ്റൊരു ഓപ്ഷൻ്റെ ഭാഗമായിട്ട് തിരൂരിലുള്ള ഇമ്പിച്ചുബാവ മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഉണ്ട്, നല്ല ഹോസ്പിറ്റലാണ്. ഇവിടെ എല്ലിൻ്റെ നല്ലൊരു ഡോക്ടറുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയപ്പോഴും അവരും പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും, അല്ലാതെ ഒരു മാർഗം അതിൽ കാണുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ വീണ്ടും EMSൽ വന്നു. ഇവിടെ ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു ഓർത്തോയുടെ ഡോക്ടറാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഓപ്പറേഷൻ ചെയ്യും. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ പറയുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരു പ്രാർത്ഥന ഉണ്ടാവണം. കാരണം ഈ നട്ടലിനെ പോലെയുള്ള ഒരു ശസ്ത്രക്രിയ, അതും പ്രായമായതാണ് ഉമ്മ. അതുകൊണ്ട് തന്നെ വളരെ വലിയൊരു ബേജാറാണ്. നമ്മളിൽ പ്രാർത്ഥനയിൽ മാത്രമാണ് ഒരു വിശ്വാസമുള്ളത്, ഡോക്ടർമാരിൽ നമുക്ക് വിശ്വാസമുണ്ട്. അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. അപ്പോൾ ഇപ്പോൾ ഇന്നിതാ ഈ ഒരു വ്യാഴാഴ്ച ദിവസം ഒരു ഉച്ചക്ക് 2:30 സമയത്തോടു കൂടി ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ ഈ വീഡിയോ പറയുന്ന സമയത്ത് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു, റാഹത്തായിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ ഈ ഓപ്പറേഷൻ, നാളെ ഒരു ഉച്ചയോട് കൂടിയിട്ടാണ് എങ്ങോട്ട് റൂമിലേക്ക് കൊണ്ടുള്ളൂ. ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതൊരു ദിവസം ഫുഡൊന്നും കഴിക്കാതെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെയാണ് അഡ്മിറ്റ് ചെയ്തത്. ജ്യേഷ്ഠനും അതേപോലെ എൻ്റെ പെങ്ങളും പിന്നെ അനിയൻ്റെ ഭാര്യയാണ് ഹോസ്പിറ്റലിൽ, പെരിന്തൽമണ്ണയിലെ EMS ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത്. ഇപ്പം ഞാനും വൈഫും കൂടി രാവിലെ വീട്ടിൽ നിന്ന് എല്ലാവർക്കുള്ള ചോറും ഇതൊക്കെ ആയിട്ട് അവിടെ നിന്നിട്ട് പോന്നു. അപ്പോൾ ഞാൻ ബുള്ളറ്റിനാണ് പോകുന്നത്. വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ പട്ടാമ്പി വഴി എടപ്പാളിൽ നിന്ന് പട്ടാമ്പിയിൽ നിന്ന് പെരിന്തൽമണ്ണ, അങ്ങനെയാണ് ഞാനിവിടെ ഹോസ്പിറ്റലിൽ എത്തിയത്. നേരെ വളാഞ്ചേരി വഴി പെരിന്തൽമണ്ണക്ക് വരാവുന്ന റൂട്ടുണ്ട്, പക്ഷേ അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള റൂട്ടാണെന്ന് തോന്നിയപ്പോഴാണ് ഇങ്ങനെ ഈ ഒരു റൂട്ട് തിരഞ്ഞെടുത്തത്. കുറച്ചേറെ ദൂരം പ്രയാസങ്ങളുണ്ട്, 2.5 മണിക്കൂറുള്ള യാത്ര ഉണ്ട്. പിന്നെ നമുക്ക് ബസ്സിൽ വരാം, പക്ഷേ അങ്ങനെ ബുള്ളറ്റിന് വരാമെന്ന് കരുതിയിട്ട് പോകുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഞാൻ സാധാരണ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ അങ്ങനെ വീഡിയോയിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യലില്ല. പല കാരണങ്ങളുണ്ട്, എനിക്കത് ഇഷ്ടമല്ല. ഒന്നാമത് അങ്ങനത്തെ അത്തരം കാര്യങ്ങളൊക്കെ പറയാന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരു നിർണായകമായൊരു നിമിഷമായതുകൊണ്ടാണ്. ആരുടെയെങ്കിലും ഒരാളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചാൽ അതൊരു വലിയ ഹൈറാണ്. ഒരു കുഴപ്പവുമില്ലാത്തൊരു രീതിയിൽ ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ തന്നെ നടക്കാനും ഇരിക്കാനും ഒന്നും ഒരു പ്രയാസം ഉണ്ടാവും. നിലവിൽ അത്ര വലിയ വേദന ഉമ്മാക്കുണ്ടായിരുന്നു. ഇതിന് മുൻപ്, ഓപ്പറേഷന് മുൻപ് തന്നെ ഓപ്പറേഷൻ ഇല്ലാതെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പല ഫിസിയോതെറാപ്പികളൊക്കെ ചെയ്തിരുന്നു നിങ്ങളുടെ നാട്ടിലുള്ള അൽബീൻ ഹോസ്പിറ്റലിൽ. പക്ഷെ അതൊക്കെ ഒരു താൽക്കാലികമായ ഒരു ആശ്വാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു പെയിന് ഒട്ടും സഹിക്കാൻ വയ്യ. അതിപ്പോൾ ഉമ്മ തന്നെയാണ് പറഞ്ഞത്, ഇതല്ലാതെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല വേദന, തൽക്കാലം എന്ത് റിസ്ക് എടുത്താലും വേണ്ടി നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം കേട്ടോ, അതുകൊണ്ട് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവണമെങ്കിൽ ഞാൻ സഹിച്ചോളാം, ഇതെൻ്റെ വിധിയാണെന്ന് ഞാൻ സഹിച്ചോളാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് എനിക്കിരുന്ന് കൂടുതൽ ബേജാറുണ്ടായിരുന്നു. അങ്ങനെ ഈ നട്ടലിൽ ശസ്ത്രക്രിയ വേണോ എന്നുള്ളൊരു കാര്യത്തിൽ. അപ്പോൾ ഉമ്മയുടെ ഒരു ധൈര്യം കണ്ടപ്പോൾ എന്നാൽ ഇൻഷാ അല്ലാ അങ്ങനെ ആവട്ടെ എന്ന് കരുതിയപ്പോൾ ഹോസ്പിറ്റലിൽ ജ്യേഷ്ഠ ഗൾഫിൽ നിന്ന് വന്നൊരു സമയമായതുകൊണ്ട്, വണ്ടിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ കൊണ്ടുവരാനും പോകാനൊക്കെ വളരെ സൗകര്യമായി. പെങ്ങളും അനിയൻ്റെ ഭാര്യയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പ്രാർത്ഥനയിലുണ്ടാവുക. അത് കഴിഞ്ഞാലും നടക്കാനും ഇരിക്കാനൊന്നും പ്രയാസമില്ലാത്തൊരു രീതിയിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട് വീണ്ടും ആ ഒരു പഴയ രീതിയിലേക്കുള്ള ആരോഗ്യമുള്ളൊരവസ്ഥയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഒരുപാട് കാഴ്ചകൾ കണ്ടു. എല്ലുമായപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് 7ാം നിലയിലുള്ള ഒരു റൂമിലാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് റൂം കിട്ടിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഹോസ്പിറ്റലിൽ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മുടെ ആരോഗ്യത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത്. വളരെ ശരിയാണ്. ഹബീബായ നബി നമ്മൾ പഠിപ്പിച്ചൊരു പാഠമുണ്ട്, ഇഖ്തനിം ഖംസൻ ഖബല ഖംസിൻ, 5 കാര്യങ്ങൾക്ക് മുൻപ് 5 കാര്യങ്ങളെ സൂക്ഷിക്കണം എന്നുള്ളത്. അതിലൊരു കാര്യം അസുഖങ്ങൾ വരുന്നതിന് മുൻപ് ആരോഗ്യത്തെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. സത്യമാണ്. നമ്മുടെ ആരോഗ്യത്തിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് ബോധമാണ്. അല്ലെങ്കിൽ നമുക്ക് സുഖമില്ലാതെ കിടക്കുമ്പോഴാണ് ഇവിടെ ഒരുപാട് പ്രായമുള്ളവരും ഇല്ലാത്തവരുമായ ഒരുപാട് പേര് സുഖമില്ലാത്തത് കണ്ടപ്പോൾ നമുക്കിങ്ങനെ തോന്നി, പടച്ചോനെ നമ്മുടേതിന് നമുക്ക് വളരെ ആരോഗ്യമാണ്, അൽഹംദുലില്ലാ. നമ്മൾ എത്ര അൽഹംദുലില്ലാ പറഞ്ഞാലും അത് അവസാനിക്കില്ല. അപ്പോൾ നമ്മുടെ ആരോഗ്യസ്ഥിതിയിൽ നമ്മളെപ്പോഴും എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത ഒന്നാണ്. പടച്ച റബ്ബിനോട് എപ്പോഴും നമ്മൾ സ്തുതി പറയണം. നമ്മൾ ഒരു ദിവസം ഒന്ന് ഹോസ്പിറ്റലിൽ ചുറ്റിക്കറങ്ങുമ്പോഴാണ് സത്യത്തിൽ നമുക്ക് കിട്ടിയ നിഅമത്ത് എന്താണെന്ന് നമുക്ക് ശരിക്കും ബോധ്യപ്പെടുള്ളൂ.
ഈ ജീവിതത്തിൽ അങ്ങനെ ഹോസ്പിറ്റൽ വാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റൽ വാസം ഉണ്ടെങ്കിൽ തന്നെ നമ്മളതിങ്ങനെ വീഡിയോയിൽ പറയുന്നൊരു സാഹചര്യം എനിക്കിഷ്ടമല്ല. പലപ്പോഴും എന്നോട് പലരും ചോദിക്കലുണ്ട്, നിങ്ങളുടെ വീട്ടിലെ അവസ്ഥകളോ ഇതൊന്നും ഒരു കാര്യങ്ങളും നിങ്ങളെന്താ വീഡിയോയിൽ പറയാത്തത്, ഫാമിലി കാര്യങ്ങൾ അങ്ങനെ പറയലില്ലല്ലോ, വല്ലപ്പോഴും മോനായിട്ടൊന്ന് വരും, അല്ലെങ്കിൽ മക്കൾ ഇങ്ങനെ ഉണ്ട് ഇതൊക്കെ പറയല്ലാതെ മറ്റൊന്നും പറയലില്ലല്ലോ എന്നുള്ളത്. പേഴ്സണലി ഞാൻ അങ്ങനെ എൻ്റെ ഫാമിലി കാര്യങ്ങൾ വീഡിയോ വഴി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. പക്ഷേ ഇതൊരു നിർണായകമായൊരു നിമിഷമായതുകൊണ്ടും നിങ്ങളൊക്കെ എൻ്റെ കുടുംബത്തിൽ ഈ വീഡിയോ കാണുന്ന വിസാൽ മീഡിയയുടെ കുടുംബമൊക്കെ എൻ്റെ തന്നെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണെന്നൊരു വിശ്വാസം ഉള്ളത് കൊണ്ടുമാണ് ഇന്ന് ഇങ്ങനെ ഒരു കാര്യം പങ്കുവച്ചത്. ഉമ്മയുടെ ഒരു ഓപ്പറേഷൻ നട്ടലിൻ്റെ ശസ്ത്രക്രിയയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പങ്കുവച്ചത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ ആ ഒരു കാര്യം ദുആ ചെയ്യണം എന്ന് ഒരുപാട് പേര് എനിക്ക് വിളിച്ചിരുന്ന ആളുകളൊക്കെ പല കാരണങ്ങൾ പറഞ്ഞ് വിളിച്ച സമയത്തൊക്കെ സാധാരണ ഞാൻ എൻ്റെ വീഡിയോയിൽ ഷോർട്ടിൽ എൻ്റെ നമ്പർ കൊടുത്തത് കൊണ്ടാണ് തോന്നുന്നത് ഒരുപാട് പേര് വിളിക്കണ്ടായി. വിളിച്ച ആളുകൾക്കൊക്കെ ഞാൻ ഹോസ്പിറ്റലിലായതുകൊണ്ട് ഞാൻ കൃത്യമായിട്ടൊരു മറുപടി കൊടുത്തിരുന്നില്ല. സാധാരണ നമ്മളങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ഫ്രീ ആണെങ്കിൽ പറയലുണ്ട്. അപ്പോൾ പലരും വിളിക്കുന്ന ആളുകൾ കരുതും ഇയാൾ നമ്പർ തരുന്നുണ്ട്, പക്ഷേ വിളിച്ചാൽ ഫോൺ എടുക്കണില്ല എന്നല്ല. അപ്പോൾ ഹോസ്പിറ്റലിലാണെന്നുള്ള ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല, ഞാൻ തിരക്കിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ സത്യത്തിൽ ഓപ്പറേഷൻ കഴിഞ്ഞെങ്കിലും നമുക്ക് ഉമ്മാനെ കാണണമെങ്കിൽ ഇനിയും അടുത്ത നാൾ കൂടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം. അള്ളാഹു നമുക്കൊക്കെ ആരോഗ്യമുള്ള, ആഫിയത്തുള്ള, ഇസ്സത്തുള്ള ഒരു ജീവിതം അള്ളാഹു നമുക്കൊക്കെ സാധിപ്പിച്ചു തരട്ടെ. ഞാൻ ഈ ഹോസ്പിറ്റലിൻ്റെ 7ാം നിലയിൽ നിന്നിട്ട് ഇതിൻ്റെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടു. ഇവിടെ വന്നപ്പോൾ ഒരു ഉസ്താദ്, അവിടെ ഏതൊരു വലിയ ഉസ്താദാണ്, ഒരുപാട് മുത്തഅല്ലിമീങ്ങളും വലിയ ഉസ്താദുമാർ, ശിഷ്യന്മാരായ ഉസ്താദുമാരൊക്കെ അദ്ദേഹത്തിൻ്റെ ഖാദിമുകളായ ആളുകൾ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഏതോ ഒരു വലിയ ഒരു മുദരിസാണ് അവിടെ സുഖമില്ലാതെ കിടക്കുന്ന ഒരാൾ. അങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് പേരെ അവിടെ കാണാനിട വന്നു. എല്ലാവർക്കും അള്ളാഹു ആരോഗ്യം ആഫിയത്തും ഒക്കെ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ വിസാൽ മീഡിയ കാണുന്ന എല്ലാ കുടുംബങ്ങളും എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യണം. ഒരു പ്രശ്നവും ഇല്ലാതെ എനിക്ക് ഇങ്ങനത്തത് ഓപ്പറേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉമ്മാനേക്കാൾ പേടിക്കാണ്. ഉമ്മാട് ഞാൻ അങ്ങനെ ചോദിച്ചു, ഉമ്മാക്ക് ബേജാറുണ്ടോ ഇതിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ നേരത്ത്, മറ്റേ ഓപ്പറേഷൻ തിയേറ്റർ കൊണ്ടുപോകാൻ നേരത്ത് ഞാൻ ചോദിച്ചു ഉമ്മക്ക് പേടിയുണ്ടോ ചോദിച്ചപ്പോൾ ഉമ്മക്ക് പേടിയൊക്കെ ഉണ്ട്, കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ സത്യത്തിൽ എനിക്കാണ് പേടി ഉണ്ടായിരുന്നത്. കാരണം എനിക്ക് സൂചി കുത്താൻ പേടിച്ചിട്ട് ഞാൻ ഇന്നേ വരെ എൻ്റെ ബ്ലഡിൻ്റെ ഗ്രൂപ്പ് ടെസ്റ്റ് ചെയ്യാത്ത ഒരാളാണ്. നമുക്കത്ര ധൈര്യമാണ്. അല്ലെങ്കിൽ അങ്ങനെ സൂചി കുത്തുക അതൊക്കെ നമുക്കൊരു പേടിയാണ്. അപ്പോൾ നമ്മളതിന് വേണ്ടി അതുണ്ടാവണ്ടെന്ന് കരുതിയിട്ട് ബ്ലഡ് ഗ്രൂപ്പ് തന്നെ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു നിമിഷത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാവുക പ്രാർത്ഥനകൾ മാത്രമാണ്. അപ്പോൾ ആ പ്രാർത്ഥനയാണ് എൻ്റെ പ്രിയപ്പെട്ട വിസാൽ മീഡിയയുടെ കുടുംബത്തിലെ ആളുകളിൽ നിന്ന് ഉണ്ടാവേണ്ടത്. അള്ളാഹു നിങ്ങളുണ്ടാവും, എനിക്കറിയാം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവും എന്നുള്ളത്. അള്ളാഹു നമുക്കൊക്കെ റാഹത്തായ സന്തോഷകരമായ ലൈഫ് അള്ളാഹു സാധിപ്പിച്ചു തരുമാറാകട്ടെ.